അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ ഒരായത്തിൽ ഇങ്ങനെ പറയുന്നത് നമുക്ക് കാണാം. ഇന്നല്ലാഹ വ മലായികത്തഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അള്ളാഹുവും അവൻ്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങളും സ്വലാത്ത് ചൊല്ലുക എന്നാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം. നമുക്കറിയാം, അല്ലാഹു തആലക്ക് സുജൂദിലായി മാത്രം കിടക്കുന്ന കോടാനുകോടി മലക്കുകളുണ്ട് എന്ന് പറയപ്പെടും. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അർശിൻ്റെ അടുക്കൽ അള്ളാഹുവിൻ്റെ റുക്കൂയിലായി മാത്രം കിടക്കുന്ന 1000 ലക്ഷക്കണക്കിന് മലക്കുകൾ. അതുപോലെ അള്ളാഹുവിന് തസ്ബീഹിലായി കിടക്കുന്ന ലക്ഷക്കണക്കിന് മലക്കുകളുണ്ട്. ഓരോ തസ്ബീഹ്, സുബ്ഹാനല്ലാഹ് ചെല്ലുന്നവർ വേറെ, അൽഹംദുലില്ലാഹ് ചെല്ലുന്നവർ വേറെ, അല്ലാഹു അക്ബർ ചെല്ലുന്നവർ വേറെ. ഇങ്ങനെ പലജാതി തസ്ബീഹായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കായ മലക്കുകളുണ്ട്. ഈ മലക്കുകൾക്കുള്ള പ്രത്യേകത മനുഷ്യനെ അപേക്ഷിച്ച് ലാ യഅ്സൂന അല്ലാഹ മാ അമറഹു, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് അവരൊരിക്കലും വിരുദ്ധം പ്രവർത്തിക്കൂല. അവരോട് തസ്ബീഹ് ചെല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേയിരിക്കും. അവർക്ക് വേറെ ഒന്നും അവർക്ക് ചിന്തിക്കോ കൂടി വേണ്ട. അതുപോലെ റുക്കൂവിൽ കിടക്കുന്ന മലക്കുകൾ എഴുന്നേറ്റ് സുജൂദിലേക്കോ മറ്റാവശ്യത്തിനോ പോവില്ല. അവർക്കത് തന്നെ. അപ്പം ഇങ്ങനെ നിസ്കരിക്കാലത്തിൻ്റെ റുക്കൂവ്, സുജൂദ്, തസ്ബീഹ്, തഹ്ലീൽ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കായ മലക്കുകളുണ്ട്. എന്നിട്ടൊന്നും അല്ലാഹു തആല നമ്മളോട് നിസ്കരിക്കാൻ വേണ്ടി ഒരുപാട് സ്ഥലത്ത്, നിസ്കരിക്കാനല്ല, നിസ്കാരം നിലനിർത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവിടെ എവിടെയും മനുഷ്യനെ മലക്കുകൾ ഇങ്ങനെ നിസ്കരിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. മലക്കുകളും അള്ളാഹുവും ചെയ്യുന്ന ഒരേ ഒരു കർമ്മമായിട്ട് ഖുർആൻ പറയുന്നത് ഇതാണ്: അള്ളാഹുവും മലക്കുകളും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും കൂടി ചെയ്യണമെന്ന് പറഞ്ഞ ഒരേ ഒരു ഇബാദത്ത് ഈ സ്വലാത്ത് എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി മാത്രം അള്ളാഹു നൽകിയ ഉന്നതമായ ഒരു പദവിയാണ്. നിസ്കാരത്തിൽ സ്വലാത്തുണ്ട്, സ്വലാത്തില്ലാതെ നിസ്കാരം ശരിയാവില്ല. അക്കിമി സ്വലാത്തലി ദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞെങ്കിലും അവ എവിടെയും മറ്റുള്ള ഇബാദത്തുകളെ പറ്റിയുള്ള അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞെടുത്തിൽ അതിനേക്കാൾ ഉപരി അള്ളാഹുവും മലക്കുകളും ചെയ്യുന്ന ഒരേ ഒരു ഇബാദത്ത് എന്ന രീതിയിൽ പരിചയപ്പെടുത്തിയത് ഈ സ്വലാത്തിനെയാണ്.
ഒരു പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് ഒരുപാട് വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരായത്തിൽ നമുക്ക് കാണാം വറഫൈനാലൊക്കെ ദിക്റക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്മരണ നാം ഉന്നതമാക്കി എന്നാണ് നബിക്ക് അള്ളാഹു കൊടുത്ത വാഗ്ദാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിനെ പറ്റിയോ അല്ലെങ്കിൽ അവിടുത്തെ ജീവിത രീതിയെ പറ്റിയോ അല്ലെങ്കിൽ തങ്ങളെ അപമാനിക്കുന്ന രീതിയിലോ എന്തെങ്കിലും ഒരു തെമ്മാടിത്തരം ഏതൊരു വ്യക്തിയും കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ശിഷ്ടകാല ജീവിതത്തിൻ്റെ കഥ നമ്മൾ നോക്കിയാൽ അറിയാം. അവരങ്ങേയറ്റം പരാജയപ്പെട്ടു പോയി, അവരുടെ സർവ്വ ഇസ്സത്തും നഷ്ടപ്പെട്ടു പോയി, അങ്ങേയറ്റം വെറുക്കപ്പെട്ടവരായി അവരുടെ ജീവിതം കഴിഞ്ഞു പോവുകയാണ് ഈ ലോകത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളുടെ പേരിൽ ബാധ്യതയായിട്ടുള്ള ഒരു സൽക്കർമ്മം ഏതാണെന്ന് ചോദിച്ചാൽ, അള്ളാഹുവും റസൂലും ചെയ്യുന്ന സൽക്കർമ്മം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ സ്വലാത്താണ്. മുൻഗാമികളായ സഹാബാക്കൾ പലരും സ്വലാത്തിന് വലിയ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. എത്രത്തോളം എന്നാൽ സയ്യിദന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലത്ത് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരിക്കെ തന്നെ റസൂലിൻ്റെ അടുക്കലേ ഒരു ജൂതനായ ഒരു മനുഷ്യൻ ചെന്നുകൊണ്ട് കുറച്ച് പണം കടം ചോദിച്ചു. ഒരു 100 ദീനാർ അല്ലെങ്കിൽ 100 ദിർഹം കടം വേണം, ഇന്നൊന്ന് സഹായിക്കണം, കടം തന്നിട്ട് എന്ന് പറഞ്ഞ് നബീൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണ് ഈ ജൂതൻ. അപ്പം നബിയുടെ അടുക്കൽ ഇത്രയും വലിയ പണം കയ്യിലില്ലായിരുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, എൻ്റെ കയ്യിലില്ല, പക്ഷെ ഉസ്മാൻ്റെ കയ്യിലുണ്ടാവും, നീ ചെന്ന് പറയണം, ഞാൻ മുഹമ്മദ് പറഞ്ഞിട്ടാണ് വരുന്നത്, നിങ്ങളോട് ഇങ്ങനെ ഒരു 100 ദീനാർ കടം തരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി, ഉസ്മാൻ തരുമെന്ന് പറഞ്ഞു. ഈ ജൂതൻ നേരെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് എന്നിട്ട് പറഞ്ഞു, ഞാൻ മുഹമ്മദ് പറഞ്ഞിട്ട് വരികയാണ്, എനിക്ക് ഇത്ര ദീനാർ കടമായിട്ട് ആവശ്യമുണ്ട്. പുള്ളിയുടെ കയ്യിലുണ്ടെങ്കിൽ പുള്ളി തന്നെ തരുമായിരുന്നു, പക്ഷേ പുള്ളിയുടെ കയ്യിലില്ല, നിങ്ങളോട് വാങ്ങിക്കൊള്ളാനാണ് പറഞ്ഞത് പറഞ്ഞു. ഈ മുഹമ്മദ് എന്ന് കേട്ടപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു. ഈ ജൂതൻ പറഞ്ഞു, മുഹമ്മദ് പറഞ്ഞു. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, മുഹമ്മദ് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയും ചോദിച്ചു, ആരാ പറഞ്ഞത്? അപ്പോൾ ജൂതൻ ആകെ ദേഷ്യത്തിലായി. ഇയാൾ പറഞ്ഞു, പൊന്നാര സുഹൃത്തെ, ഞാൻ നിങ്ങളോടൊന്നും പൈസക്ക് കടം ചോദിക്കാൻ വന്നതല്ല, ഞാൻ മുഹമ്മദിൻ്റെ അടുക്കലാണ് ചെന്നത് പൈസക്ക്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് വന്നാൽ കിട്ടുമെന്ന് പറഞ്ഞു, നിങ്ങൾ എന്തിനു പിന്നെ ഇങ്ങനെ മനുഷ്യനിങ്ങനെ കൊച്ചാക്കുന്നത്? അവൻ ചോദിച്ചു, ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ ഓരോ പ്രാവശ്യം മുഹമ്മദ് പറഞ്ഞു എന്ന് പറയുന്നു, നിങ്ങൾ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ പറഞ്ഞതെന്ന്. അറിയാത്ത മാതിരിക്ക് പിന്നെയും പിന്നെ ഒരു ഇൻസൾട്ട് ചെയ്യുന്ന പരിപാടിയല്ലേ, അതുകൊണ്ട് നിങ്ങൾ തരുന്നില്ലേ തരണ്ട എന്ന് പറഞ്ഞ് ഇയാൾ വെളിയിലേക്ക് ഇറങ്ങിയ. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹോദരൻ നിങ്ങൾ പെണ്ണുങ്ങളിൽ നിങ്ങൾ ഇരിക്കേ. ഇയാൾ അകത്ത് പോയിട്ട് ഇദ്ദേഹം ചോദിച്ച സ്വർണ്ണം എടുത്തു കൊടുത്തു എന്ന് മാത്രമല്ല, വീണ്ടും തൻ്റെ കൈ കൊണ്ട് ഓരോ പിടിയായിട്ട് വാരി കൊടുത്തിട്ട് ഇയാളോട് പറഞ്ഞു, 4 പിടി വാരി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ തിരിച്ചു തരണ്ട, ഞാൻ നിങ്ങളെ ഇൻസൾട്ട് ചെയ്തൊന്നുമല്ല. ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ഞങ്ങളുടെ പ്രവാചകൻ്റെ പേരിൽ ഞാൻ ദിവസേന 100 കണക്കായ അല്ലെങ്കിൽ 1000 കണക്കായ സ്വലാത്തുകൾ ചെല്ലാറുണ്ട്. പക്ഷെ ഒരു ജൂതനായ നീ ഇങ്ങനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോൾ എനിക്ക് കൂടുതൽ കൂടുതൽ സന്തോഷം തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനത് പറയിപ്പിച്ചത്. അങ്ങനെ പറഞ്ഞത് ഡിസ്റ്റർബായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ
അതിന് സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ എക്സ്ട്രയായി നിങ്ങൾക്ക് ഇത്രയും സ്വർണം തരുന്നത് എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ ജൂതനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ സഹാബികൾ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവനവൻ്റെ ജീവനേക്കാളും സമ്പത്തിനേക്കാളും സ്വത്വത്തെക്കാളും എല്ലാം സ്നേഹിച്ചിരുന്നു എന്നതിലുപരി നബി തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നതിനും സമയം കണ്ടെത്തിയിരുന്നു. ഈ സ്വലാത്തിനെ സംബന്ധിച്ച് മഹത്തുക്കളായ ആളുകൾ അവരുടെ കിതാബുകളിൽ ഒരുപാട് കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് നിസ്കരിച്ചു, അല്ലെങ്കിൽ നോമ്പ് നേറ്റു, അല്ലെങ്കിൽ മറ്റുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തു. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ മറ്റൊരാളെക്കുറിച്ച് ഈബത്ത് പറഞ്ഞു, അല്ലെങ്കിൽ അവൻ ഇഷ്ടമില്ലാതെ അവൻ്റെ മുതൽ തട്ടിയെടുത്തു, അല്ലെങ്കിൽ അവനോട് എന്തെങ്കിലും അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്മ എടുത്തുകൊണ്ട് അവന് കൊടുക്കും. എന്നിട്ട് തികയുന്നില്ലെങ്കിൽ അവൻ്റെ തിന്മകളെടുത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറ്റും. ഇത് അള്ളാഹുവിൻ്റെ നീതിയാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നത്. പക്ഷെ അവിടെ ഈ സ്വലാത്ത് അതിന് ബാധകമല്ല, അത് പുറത്താണ്. ഒരാൾ ചെല്ലിയ സ്വലാത്ത് എടുത്തിട്ട് മറ്റൊരാളെ കടം വീട്ടാൻ, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും അതിക്രമങ്ങൾ ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ സ്വലാത്ത് എടുത്ത് കൊടുക്കൂല. സ്വലാത്ത് ഇയാൾക്ക് തന്നെ ഉള്ള ഖബറിൽ രക്ഷയാണ്, കൂട്ടുകാരനാണ് സ്വലാത്ത്. അതുപോലെ പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടുതലായി സ്വലാത്ത് ചൊല്ലുന്ന ആളുകളെ പ്രത്യേകമായി പരിഗണിക്കും. കാരണം തന്നെ ഓർത്ത ആളുകളെ താൻ ഓർക്കുക എന്നത് സ്വാഭാവികമാണ്, നമ്മൾ മനുഷ്യന്മാർക്കിടയിൽ തന്നെ കണ്ടുവരുന്ന ഒരു രീതിയാണ്. അപ്പം ദിനേന സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ ചെല്ലുന്ന ഓരോ സ്വലാത്തും മദീന മുനവറയിൽ റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അത് എവിടുന്ന് ആര് ചൊല്ലിയാലും. അപ്പോൾ ആ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുടെ പേരും അഡ്രസ്സൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മലക്കുകൾ മുഖാന്തരം കിട്ടുമെന്നാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. ഈ സ്വലാത്തിന് വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും സ്വലാത്ത് ചെല്ലുന്നതിന് കൂടുതൽ ശ്രേഷ്ഠതയുണ്ട്. തൻ്റെ ഏത് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലും പരമാവധി സ്വലാത്തുകൾ അധികരിപ്പിക്കണം. അത് ഖബറിൽ വെളിച്ചമായി മാറും, കൂട്ടുകാരനായി മാറും, മഹ്ശറയിൽ രക്ഷപ്പെടുത്താനെത്തും, നരകത്തിലേക്ക് കടക്കുന്നിടത്ത് ശുപാർശയ്ക്കുണ്ടാകും. ഇത് ഓരോരുത്തരും തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വലാത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നതോടുകൂടി മറ്റൊരു അഭ്യർത്ഥന ഉള്ളത്, ഇങ്ങനെയുള്ള വീഡിയോകൾ ഉണ്ടാക്കുന്നതിന് ഇതിനൊക്കെ വലിയ ചിലവുകളും സാമ്പത്തികമായിട്ടൊക്കെ ഇതിൻ്റെ ഡിസൈൻ വർക്കുകളും മറ്റും ചെയ്യാനുള്ളത് കൊണ്ട് ഇതിന് സാമ്പത്തികം ആവശ്യമാണെന്ന് പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതിന് യൂട്യൂബിൽ നിന്ന് ചെറിയ രൂപത്തിൽ വരുമാനമൊക്കെ കിട്ടുന്നത് കൊണ്ടാണ് ഈ ചാനൽ മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ കണ്ടൻറ്റ് തയ്യാറാക്കുന്നവർ ഒരു ഭാഗത്ത്, ഇതിൻ്റെ എഡിറ്റിങ് സ്റ്റുഡിയോ വർക്കുകൾ ചെയ്യുന്നവരൊക്കെ മറ്റൊരു ഭാഗത്ത്, അങ്ങനെ നിരവധിയായ ആളുകളുടെ അധ്വാനം കൊണ്ടാണ് നമുക്ക് മതപരമായ വിവരങ്ങൾ, വിജ്ഞാനങ്ങൾ ഈ രൂപത്തിൽ ഷെയർ ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് എല്ലാവരോടും, നമ്മളിപ്പോൾ ആരോടും സാമ്പത്തികമായിട്ട് ഇതിന് സഹായമൊന്നും ചോദിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം മാത്രം എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്, ആരും വീഡിയോയിൽ പരസ്യങ്ങളൊക്കെ വരുമ്പോൾ അത് സ്കിപ്പ് ചെയ്ത് പോകരുത്. ആ പരമാവധി സഹകരിക്കണം എല്ലാവരും. ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ, പരസ്യങ്ങളൊന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിൻ്റെതായ സാമ്പത്തികമായിട്ടുള്ള വരുമാനം യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടും. അങ്ങനെ കിട്ടുന്ന സാഹചര്യം ഉണ്ടായാൽ നമുക്ക് കൂടുതൽ വീഡിയോകൾ ചെയ്യുന്നതിന് പ്രോത്സാഹനമാകും. ഇതിനു വേണ്ടിയിട്ട് അധ്വാനം ചെയ്യുന്നവർക്ക് അവർക്കുള്ള പ്രതിഫലം കൊടുക്കാൻ കഴിയും. എല്ലാവരും അതിന് സഹകരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.